സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ. അങ്ങനെ ഞാനിവിടെ കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൊങ്കലിന്. ലൈക്ക് ഇപ്പം ഞാൻ ഓൾറെഡി ഉള്ളത് പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യണ ഒരു ഏരിയയിലാണ്. സോ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ ഞാനിങ്ങനെ പൊങ്കൽ കേരളത്തിലൊക്കെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ലൈക്ക് ഞാൻ ആ സെലിബ്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. സോ ഞാൻ വിചാരിച്ച് ഇവിടെ വരുമ്പം പൊങ്കൽ ഇവിടുത്തെ ഭയങ്കര ഫെസ്റ്റിവലാണ്. സോ ഇവിടുത്തെ ആൾക്കാരൊക്കെ സെലിബ്രേറ്റ് ചെയ്തിരിക്കും, എനിക്കത് കാണണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ആരും സെലിബ്രേറ്റ് ചെയ്യണില്ലേ, അതോ എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ നാട്ടിൽ പോയി. സോ ആരുമില്ല, എല്ലാവരും ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. അവരവരെ വീട്ടിൽ വിളിച്ചേട്ടാ. ഞാൻ പിന്നെ ഒരു ദിവസത്തെ ലീവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ലീവ് എടുക്കണ്ടെന്ന് വിചാരിച്ച് ചുമ്മാ. സോ എനിക്ക് എന്തെങ്കിലും ചെയ്യണം പൊങ്കലിൽ. എന്തെങ്കിലും കുറച്ച് ഇങ്ങനെ ഉറങ്ങി അങ്ങനെ കളയാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. എന്നിട്ട് ഞാൻ എണീറ്റത് ഈ സമയമാണ്, ഞാൻ അറിഞ്ഞില്ല. ഞാൻ എപ്പോഴും ഒരു 5 മണിക്ക് എന്തോ എണീറ്റ് പിന്നെയും റീൽസ് കണ്ടിട്ട് ഉറങ്ങി. ഇപ്പം എന്തോ 9:10 മണിയായി. അപ്പം ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ചെയ്യണം. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടെ. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ പുറത്ത് വരുള്ളൂ. സോ ഞാനിങ്ങനെ ക്വിക്കായിട്ട് പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതായിരിക്കും ഒരു കുട്ടി വ്ളോഗ്. ലൈക്ക് എൻ്റെ പൊങ്കൽ എനിക്കറിഞ്ഞൂടെ എന്താണെന്ന്, നമുക്ക് നോക്കാം. സോ ഞാനിവിടെ അടുത്ത് എവിടെയെങ്കിലും കോലപ്പൊടി കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ലൈക്ക് ഇവിടുത്തെ കടയിൽ നിന്നും തുറക്കാൻ ചാൻസ് ഇല്ല, ഇന്നലെ എല്ലാം ക്ലോസ്ഡ് ആണ്. കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം സഡൻ ഐഡിയ ആയതുകൊണ്ടേ നമുക്കൊന്നും ഇന്നലെ പ്ലാൻ ചെയ്യാനൊന്നും പറ്റിയില്ല. ഇപ്പം എനിക്ക് തോന്നിയതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അതുവരെ എനിക്ക് സ്ട്രേഞ്ചർ തിങ്സ് കാണുക എന്നുള്ള ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ പല്ല് തേച്ചിട്ടില്ല, ഉറക്കത്തിൽ എണീറ്റ് നടക്കുകയാണ്. ഫേസ് പോലും കഴുകിയിട്ടില്ല. വെരി ബാഡ്. ഒരു സ്റ്റോർ തുറന്നിട്ടുണ്ട്. അവിടെ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. എൻ്റെ ലക്ക് അനുസരിച്ച് കിട്ടാൻ ചാൻസ് ഇല്ല, നമുക്ക് നോക്കാം. മൈ ഗോഡ്, കോലപ്പൊടി ഉണ്ട്. ഏത് കളർ വേണം എന്നാണ് നമ്മുടെ കൺഫ്യൂഷൻ. അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടി. ഞാൻ പിന്നെ വിചാരിച്ച് എനിക്ക് പൊങ്കലുണ്ടാക്കാൻ കുറേ സംഭവങ്ങളൊക്കെ വേണമെന്ന് തോന്നുന്നു. ഞാൻ വിഭുവിൻ്റെ അമ്മേരത്തൊക്കെ സംസാരിച്ചപ്പം പൊങ്കലുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുക്കറിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. സോ ഞാൻ വിചാരിച്ച് ലൈക്ക് കേസരി ഉണ്ടാക്കാമെന്ന്. കേസരി ആകുമ്പോൾ എളുപ്പമല്ലേ, ഞാൻ ഉണ്ടാക്കിയിട്ടുമുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് അന്ന് കൊള്ളില്ലായിരുന്നു. നമുക്ക് കുറച്ചും കൂടെ ബെറ്ററാക്കി ഉണ്ടാക്കാം. സോ എല്ലാ സാധനവും വാങ്ങിയിട്ട് പോവുകയാണ്. റോഡ് ഇത് തന്നെയാണെന്ന് ഓർമ്മയില്ല, ഇത് തന്നെയായിരിക്കും. നോക്കട്ടെ. എല്ലാം സെറ്റാണ്. വിചാരിച്ചതിനെക്കാട്ടി ലൈക്ക് എല്ലാം സെറ്റായി. ഇങ്ങനെയൊന്നും നടക്കണതല്ല എൻ്റെ കാര്യത്തിൽ. എന്താണെന്ന് അറിഞ്ഞൂടാ, ഈ പൊങ്കലായോണ്ടായിരിക്കും. സോ ഞാൻ പ്ലാൻ ചെയ്യണത് ഈ ബാൽക്കണിയിൽ കോലം വരയ്ക്കാനാണ്. ഓക്കെ, എനിക്കറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ കോലപ്പൊടി തുറന്നതും. ഹോളി പൗഡർ പോലെ ഉണ്ട്, ഹോളി പൗഡർ തന്നെ ഇത്. ഫസ്റ്റ് ടൈമാണ് ഇടാൻ പോണതും. ഇനി ഇവിടെ ഇട്ട പറന്നു വല്ലതും പോവോ പൊടി? എനിക്കറിഞ്ഞൂടാ, ഇവിടെ ഇടാൻ എന്തായാലും. അപ്പം ഞാനിന്ന് പല്ല് തേച്ചിട്ട് വരാം. ഓക്കെ. ഞാൻ വിചാരിച്ച പോലെ ഈസി അല്ല കോലം വരയ്ക്കണത്. അപ്പം ഇവിടെ കഴിവില്ലാത്തവരൊക്കെ എങ്ങനെയാണ് ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കോലം വരയ്ക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ എന്താ കോലപ്പൊടിയുമായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ പിൻട്രസ്റ്റിലൊക്കെ ഏറ്റവും സിംപ്ലസ്റ്റ് നോക്കി, എന്നിട്ടും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു കോലമാവുമെന്ന് എനിക്ക് തോന്നുന്നു. தெரியாது, നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇടാൻ പോണത് 3 ഡിസൈൻ ഞാൻ അവസാനം സെലക്ട് ചെയ്ത്. ഞാൻ അതിലും ഒന്നും കൂടെ സിമ്പിളായിട്ടുള്ള ഇതാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കണത്. എന്താവുമെന്ന് എനിക്കറിഞ്ഞൂടാ, ഇത് റെഫറൻസ് മാത്രം.
പൊടി നോക്കാം. അങ്ങനെ ഔട്ട്ലൈനാണ് ഞാൻ 1 മണിക്കൂർ കൊണ്ട് വരച്ചത്. എനിക്ക് തോന്നുന്നത് വൈകിട്ടാവുമ്പോഴേക്കും കോലം റെഡിയാവും. അതും അത്ര ഇതൊന്നുമില്ല, തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ കോലമൊക്കെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിൽ അടിപൊളിയാക്കി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു 2 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട്. 1.5 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ എടുത്തിട്ടുണ്ട് ആ കോലം ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ച അത്ര ഈസി ഒന്നുമല്ല. അതിനൊക്കെ ഇങ്ങനെ ഇടുന്നതിനൊരു നാക്ക് വേണം. ഞാനൊരു 2-3 കോളം ഫില്ല് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ശരിക്കും ഇടേണ്ടതെന്ന്. അങ്ങനെ ഇപ്പം എല്ലാം ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നല്ല വീഡിയോയിലിട്ട് കാണിച്ചു തരാം. ഇപ്പം വെയിലായതുകൊണ്ട് ലൈക്ക് ഈ ജനലിൻ്റെയും കമ്പിയുടെയൊക്കെ ഇതെൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വീഴുന്നുണ്ട് നിഴല്. സോ ഞാൻ ഈ വെയിലൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ എൻ്റെ കോലം ഞാൻ ചെയ്തത് കാണിച്ചു തരാം. ഇനി ഞാൻ വിചാരിച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് കുളിച്ച് ഫ്രഷ് ആവാം. കേസരിനി അപ്പം മൂടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വൈകിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഓക്കെ, ഞാനിനി കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട്. സോ നമുക്ക് എന്താണ് ദിയ ഇല്ലേ, ലൈക്ക് മറ്റേ ദീപോ അതിനെന്താ പറയണ, വാട്ട് വി കോൾ ദിയ. ആ സാധനം ഇവിടുത്തെ പൂജാ റൂമിലുണ്ട്. അപ്പം അതെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതും കൂടെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അത് ഈവനിങ് വെച്ചാലാണ് ഭംഗി. ഇപ്പം നമുക്ക് സാധനം എടുത്ത് അവിടെ കൊണ്ട് വെക്കാം. That much is enough? Ah, it's enough. It's not our oil. അയ്യോ. സോ നമ്മളിപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത് റോഷ്നിയാണ്. എനിക്കിതിൻ്റെ ഒരു മെക്കാനിസം അറിഞ്ഞൂടാ. സോ ഇങ്ങനെയാണ് സംഭവം. സോ ഞാൻ കുളിച്ച് സുന്ദരിക്കുട്ടിയായി. ഇത് സാരിയാണ്. അതിന് നമ്മൾ ഹാഫ് സാരി മോഡലിൽ ഉടുത്തിരിക്കുന്നതാണ്. ഇതിനെനിക്ക് ഞാൻ സ്നേഹ ചേച്ചി ഹെൽപ്പ് ചെയ്തു. ലുക്ക്, ഇത് നന്ദു പണ്ട് വാങ്ങിയതാണ്. കുട്ടിവള എല്ലാം സെറ്റ്. പക്ഷെ ഞാൻ എവിടെയും പോണില്ല, അതാണ് ഏറ്റവും ബാഡ് ന്യൂസ്. ഇവിടെ പി ജിയിൽ ലഞ്ചും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യണില്ല. സോ ഞാൻ ഇന്നലെ നൈറ്റ് ബ്ലിങ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സപ്പോർട്ടയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ സപ്പോർട്ട് വയ്ക്കാം. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ്, വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്രൂട്ട്. സോ എൻ്റെ കോലം ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ, ഇപ്പം കാണിച്ചു തരാം. ഇതാണ് ഞാൻ രാവിലെ കഷ്ടപ്പെട്ട് ചെയ്ത കോലം. 2 മണിക്കൂർ എടുത്ത കോലം. ബട്ട് ഗുഡ്, എനിക്കിഷ്ടപ്പെട്ട്. നല്ല കളർ കോമ്പിനേഷനും. ഇനി മറ്റേ ദിയ ആ സംഭവം കൂടെ നൈറ്റ് വയ്ക്കുമ്പോഴേക്കും അടിപൊളിയായിരിക്കും. അതൊക്കെ തന്നെ. ഞാൻ ഒരു 1000 ഫോട്ടോ എടുത്തായിരിക്കും, ലിറ്ററലി 1000 ഫോട്ടോ. എൻ്റെ പേരിന് പറയണില്ല, എനിക്കറിഞ്ഞൂടെ. എൻ്റെ ഗാലറി ഫുള്ളായി. എന്തെങ്കിലുമൊക്കെ ഡിലീറ്റ് ആക്കിയാലേ സ്റ്റോറേജ് ബാക്കി ശരിയാവുള്ളൂ. അപ്പോൾ എൻ്റെ ബ്ലഷ് നന്നായിട്ട് വർക്കാവുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. റവ കേസരി ഉണ്ടാക്കാൻ പോകാം. ഇപ്പം ടൈം വന്നിട്ട് ലൈക്ക് 5:30 ഒക്കെ ആവാറായി. ഞാൻ ഈ സാരി ഊരാതെ വെയിറ്റിംഗ് ആണ്. സാരിയല്ല, ധാവണി ഓർ ഹാഫ് സാരി.
അപ്പോൾ ഇതുകൂടാതെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണതാണ്. എന്തിനാ മറ്റേ ഒക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കാരണം എനിക്ക് ഉറങ്ങാനും പറ്റിയില്ല ഉച്ചയ്ക്ക്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ആകെ കഴിച്ചത് ഒരു പഴം, ഒരു സപ്പോർട്ടാണ്. ഒന്നും കഴിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം. എന്തെങ്കിലും ഓർഡർ ആക്കണം, അതോ സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അത് കഴിക്കണോ? എനിക്ക് ഉണ്ടാക്കാൻ വയ്യ, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നുമ്പം ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് കുറേ സാധനം ഓർഡർ ചെയ്യും, എന്നിട്ട് പിന്നെ എൻ്റെ മൂഡ് പോവും. അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ. എന്തായാലും കേസരി ഉണ്ടാക്കിയേ പറ്റൂ. അയ്യോ, സോ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു നട്ട്സ് വേറെ ഒന്നുമില്ല. സോ ഞാൻ ബദാം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അടിപൊളി. സൂപ്പർ. അങ്ങനെ ആദ്യമായിട്ടാണ് കേസരി ഉണ്ടാക്കുമ്പോൾ ശരിയാവുന്നത്. അത് നല്ല കട്ടി വെക്കും, നല്ല ബ്ലും ബ്ലും ആയിട്ട്. കുറേ പിക്സും കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് മീൻസ് സ്വന്തമായിട്ട് ഞാൻ ഡാൻസ് പഠിച്ചു. ഒരു റീല്, ലൈക്ക് ഞാനിങ്ങനെ ഇങ്ങനത്തെ മീൻസ് പാട്ട് പാടി ഡയലോഗ് പറഞ്ഞ് റീൽസ് എടുക്കാറില്ല, അത് ഞാൻ ഡാൻസ് കളിക്കാറില്ല. പക്ഷെ ഞാൻ കളിച്ചു, കുറേ എഫേർട്ട് ഇട്ടിട്ട് ഇങ്ങനെ പഠിച്ചു കളിച്ചു. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം. എനിക്ക് അറിഞ്ഞൂടാ എവിടെ നിന്നാണ് ഈ ധൈര്യം പറഞ്ഞത്, എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം വരെ എനിക്കത് ഇഷ്ടപ്പെട്ട്, ക്രിഞ്ചായിട്ടൊന്നും തോന്നണില്ല. അങ്ങനെ ഇന്ന് ബെസ്റ്റ് പാർട്ട് അതായിരുന്നു. നല്ല നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് തന്നെ തോന്നുന്നു ക്യൂട്ടായിട്ടുണ്ട് എന്ന്. മതി. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ജോമോൾ ചേച്ചി, ശ്രീലക്ഷ്മി ചേച്ചി ഉണ്ടെന്ന് തോന്നുന്നു, ഗായത്രി, അവരൊക്കെ ഇവിടെ എൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം എന്നെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് വിളിച്ചു. അപ്പം നമ്മൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഞാൻ ഇരുട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ സാരി ഊരാതെ. ഇനി സാരി എടുത്തോണ്ട് അങ്ങോട്ട് പോയെങ്കിൽ എല്ലാവരും എന്നെ നോക്കും. പോണോ? അവരെ വിളിച്ച് ചോദിച്ചു നോക്കട്ടെ എന്താണ് അവരുടെ അഭിപ്രായം എന്നിട്ട് പോവാം. അല്ലെങ്കിൽ ഡ്രസ്സ് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. നോക്കട്ടെ. ഞാൻ ഇതുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ല ക്രിഞ്ചാവണ്. ഈ സാരിയുടെ പ്ലീറ്റൊക്കെ അഴിഞ്ഞു തുടങ്ങി. സീനൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ആൾക്കാർ നോക്കും. ബട്ട് ഐ ഡോണ്ട് കെയർ. ഒന്നുകൂടെ വരാം. ഒന്നുകൂടെ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? കൊള്ളാമോ? ടേസ്റ്റ് ഉണ്ടാക്കും. എന്റെ ഫീഡ്ബാക്ക് ഞാൻ ലെഫ്റ്റ് കൊണ്ട് കഴിക്കാം. കൊള്ളാമോ? ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കണ ഫുഡ് വായിക്കാത്ത വയ്ക്കാൻ പറ്റി. എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കി. താങ്ക്സ്. ആസ് യൂഷ്വൽ ഞാൻ ബട്ടർ നാൻ ആൻഡ് തന്തൂരിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ ഗാർലിക് നാനും ചീസ് നാനും. ഇവളുടെ ഗീ റൈസ് ഇതുവരെ എത്തിയിട്ടില്ല. ആദ്യം പറഞ്ഞ അതാണ് ഗീ റൈസും മുട്ടക്കറി. അപ്പം ഞാൻ കഴിക്കട്ടെ. എൻ്റെ ഈ ദിവസത്തെ ഫസ്റ്റ് ഫുഡാണ്.
ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു. ലൈക്ക് രാവിലെ എണീറ്റപ്പം പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയിലാണ് ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്. ഭയങ്കര വലിയ ലോങ് ഡേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറേ സംഭവങ്ങൾ ചെയ്ത് എന്നിട്ട് കുറേ സമയം ബാക്കിയുണ്ട്, അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്ത്. അടിപൊളിയായിരുന്നു. ലൈക്ക് എനിക്ക് വേറെ ഒരു പ്ലാനും ഇല്ലായിരുന്നു. മീൻസ് അവസാനമൊക്കെ എത്തിയപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പ്ലാൻ സ്ട്രേഞ്ചർ തിങ്സ് കാണാം, സീസൺ 3 സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ അത് ഇരുന്ന് കാണാം, അങ്ങനെയൊക്കെയായിരുന്നു പ്ലാനിഡ് ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്നൊന്ന് രാവിലെ എണീറ്റപ്പോൾ ആ ഒരു ഒറ്റ മൈൻഡിൽ തോന്നിയിട്ടാണ് ഇത്രയൊക്കെ ചെയ്തത്. അടിപൊളിയായിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. ഇനി നാളെ വീണ്ടും ഓഫീസിലേക്ക്. വെയിറ്റിംഗ് ഫോർ സൺഡേ. ഓക്കെ, അപ്പം അതൊക്കെ തന്നെ. സോ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ. ബൈ, ഗുഡ് നൈറ്റ്.